രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 32-ാം സർഗം. രാവണഗ്രഹണം. നർമ്മദാ നദീതീരത്തിൽ രാവണൻ ഇരുന്ന് പുഷ്പാഞ്ജലി ചെയ്യുകയായിരുന്നു. മാഹിഷ്മതീനാഥനായ കാർത്തവീര്യാർജുനൻ അവിടെ നർമ്മദാ നദിയിൽ ജലക്രീഡ ചെയ്യാൻ വന്നു. 1000 കൈകളുള്ള കാർത്തവീര്യാർജുനൻ തൻ്റെ കൈക്കരുത്ത് പരീക്ഷിക്കുവാൻ നർമ്മദയുടെ ജലപ്രവാഹത്തെ തടഞ്ഞു നിർത്തി. ഇരുഭാഗത്തും ജലം കവിഞ്ഞൊഴുകി. ദശഗ്രീവൻ്റെ പുഷ്പാഞ്ജലിയൊക്കെ മുങ്ങിപ്പോയി. വിപരീത പ്രവാഹത്തിന് കാരണം അറിയാൻ രാവണൻ ശുകസാരണന്മാരെ അയച്ചു. അവർ തിരിച്ചു വന്ന് പറഞ്ഞു, ഒരുവൻ നർമ്മദയുടെ മധ്യത്തിൽ നിൽക്കുന്നു. 1000 കൈകൾ കൊണ്ട് ചിറകെട്ടി സുന്ദരീരത്നങ്ങളെ രസിപ്പിക്കുകയാണ് അദ്ദേഹം. രാവണൻ പറഞ്ഞു, അർജുനൻ തന്നെ ആയിരിക്കണം അത്. രാവണൻ മഹോദരൻ, മഹാപാർശ്വൻ, ധൂമ്രാക്ഷൻ, ശുകൻ, സാരണൻ ഇവരാൽ ചുറ്റപ്പെട്ട് കാർത്തവീര്യാർജുനൻ്റെ സമീപത്തേക്ക് നടന്നു. രാവണൻ അർജുനൻ്റെ അമാത്യന്മാരോട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിനായി വന്നിരിക്കുന്നു എന്ന് രാജാവിനെ അറിയിക്കൂ. അമാത്യന്മാർ പറഞ്ഞു, രാജാവേ, അങ്ങ് ഇന്ന് രാത്രി ക്ഷമിക്കൂ. നർമ്മദാ നദീതീരത്തിൽ താമസിക്കൂ. നാളെ രാവിലെ കാർത്തവീര്യാർജുനൻ അങ്ങയോട് യുദ്ധം തുടങ്ങും. അത്രയും നേരം ക്ഷമിക്കാൻ സാധ്യമല്ലെങ്കിൽ ഞങ്ങളെ യുദ്ധത്തിൽ നിഗ്രഹിച്ച് മുന്നോട്ട് പോകാം. രാവണൻ്റെ സൈന്യം മാഹിഷ്മതി രാജാവിൻ്റെ സജീവന്മാരെ മർദ്ദിച്ചു, ഭൃത്യസമൂഹത്തെ ഭക്ഷിച്ചു. കാവൽക്കാർ കാർത്തവീര്യാർജുനനെ വിവരം അറിയിച്ചു. കാർത്തവീര്യാർജുനൻ, നിങ്ങളൊട്ടും ഭയപ്പെടാതെ ക്രീഡിക്കുവിൻ എന്ന് സ്ത്രീകളോട് പറഞ്ഞ് നദിയിൽ നിന്ന് കരയിലേക്ക് കയറി. നൃപവരൻ 500 കൈകൾ കൊണ്ട് ഗദ ചുഴറ്റി പ്രഹസ്തനെ ആഞ്ഞടിച്ചു. പ്രഹസ്തൻ നിലംപതിച്ചു. ശുകസാരണന്മാരും മാരീചൻ മുതലായവരും യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറി. രാവണനും കാർത്തവീര്യാർജുനനും ഗദായുദ്ധം തുടങ്ങി. 2 പേർക്കും യുദ്ധത്തിൽ ഒട്ടും വാട്ടമേൽക്കുന്നില്ല. കോപാന്ധനായ രാജാവ് ഉഗ്രമായ ഗദയൊന്നു ചുഴറ്റി രാവണൻ്റെ മാറിടത്തിൽ ആഞ്ഞടിച്ചു. വരങ്ങളാൽ സുരക്ഷിതമായ സ്തനമധ്യത്തിൽ പതിച്ച ഗദ 2 കഷണമായി ഭൂമിയിൽ വീണു. എങ്കിലും രാവണൻ ഒരു വിൽപ്പാട് പിന്നിലേക്ക് മാറി. അദ്ദേഹം കിതച്ചുകൊണ്ട് പെട്ടെന്ന് ഇരുന്നുപോയി. തളർന്ന് ഞരങ്ങുന്ന ലങ്കേശ്വരനെ സർപ്പത്തെ ഗരുഡൻ എന്ന പോലെ ചാടിപ്പിടിച്ച അർജുനൻ 1000 കൈകളെ കൊണ്ട് നിർത്തി ബന്ധിച്ചു. രാവണനെ ബന്ധിച്ചുകൊണ്ട് സുഹൃത്തുക്കളോടുകൂടി കാർത്തവീര്യാർജുനൻ മാഹിഷ്മതി നഗരത്തിലേക്ക് പ്രവേശിച്ചു. മഹാബലിയെ ബന്ധിച്ചതിന് ശേഷം അമരാവതിയിലേക്ക് എത്തുന്ന മഹേന്ദ്രനെ പോലെ കാർത്തവീര്യാർജുനൻ പ്രജാപ്രമുഖന്മാരാൽ ചുറ്റപ്പെട്ട് സുഖവിഭവങ്ങളാൽ സമ്പൂർണമായ അരമനയിലേക്ക് പ്രവേശിച്ചു. 32-ാം സർഗം അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.